ഊർജ്ജ സംഭരണ രംഗത്ത് ലിഥിയം അയൺ ബാറ്ററികൾ ലി അയൺ ആധിപത്യം തുടരുമ്പോഴും ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങളുടെ ഉയർന്ന വിലയും പരിമിതമായ ലഭ്യതയും ഭൗമരാഷ്ട്രീയ ആശങ്കകളും ഒരു പുതിയ ബദൽ സാങ്കേതികവിദ്യയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലിഥിയം അയൺ സാങ്കേതികവിദ്യയ്ക്ക് സമാനമായതോ അതിനെ മറികടക്കുന്നതോ ആയ പ്രകടനം കാഴ്ചവെക്കുന്ന അതിവേഗം ചാർജ് ചെയ്യുന്ന സോഡിയം അയൺ അയൺ ബാറ്ററി പ്രോട്ടോടൈപ്പ് ഇന്ത്യയിലെ റൈസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത്. ഈ പഠനം അതിന്റെ പ്രധാന സവിശേഷതകളും പ്രയോഗസാധ്യതകളും വിലയിരുത്തുന്നു. പ്രധാന കണ്ടെത്തലുകൾ. ഈ പുതിയ സാങ്കേതികവിദ്യയുടെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. ആദ്യമായി അതിവേഗ ചാർജിംഗ് ആണ് ഏറ്റവും വലിയ നേട്ടം. ഈ ബാറ്ററിക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ 94% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് EVs നിർണായകമായ ഒരു നേട്ടമാണ്. ലി അയോൺ ബാറ്ററികളിലെ വേഗത്തിലുള്ള ചാർജിംഗ് ആയുസ് കുറയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഈ പുതിയ സാങ്കേതികവിദ്യയിൽ ആ പ്രശ്നം പരിഹരിച്ചതായി പറയപ്പെടുന്നു. കൂടാതെ ഇത് മികച്ച ഊർജ്ജ സാന്ദ്രത നൽകുന്നു. വികസിപ്പിച്ച അയോൺ പൗച്ച് സെല്ലുകൾക്ക് ഊർജ്ജ സാന്ദ്രതയുണ്ട്. ഇത് നിലവിലെ EVകളിലും ഗ്രിഡ് സ്റ്റോറേജിലും ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഥിയം ഇരുമ്പ് ഫോസ്ഫേറ്റ് LFP ബാറ്ററികളുടെ പ്രകടനത്തെ മറികടക്കുന്നു. മറ്റൊരു പ്രധാന പ്രത്യേകത സുസ്ഥിരമായ അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗമാണ്. ഈ സാങ്കേതികവിദ്യയിൽ കൊബാൾട്ട്, നിക്കൽ, ചെമ്പ്, ലിഥിയം എന്നിവയൊന്നും ഉപയോഗിക്കുന്നില്ല. ഭൂമിയിൽ ധാരാളമായി ലഭിക്കുന്നതും വിഷാംശമില്ലാത്തതുമായ വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നിർമ്മാണച്ചെലവ് കുറയ്ക്കുന്നതിനും ലിഥിയം പോലെയുള്ള അസംസ്കൃത വസ്തുക്കൾക്കുവേണ്ടിയുള്ള ഇറക്കുമതി ആശ്രിതത്വം ഒഴിവാക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കുന്നു. അവസാനമായി ഈ ബാറ്ററികൾക്ക് ദീർഘായുസ്സും സ്ഥിരതയുമുണ്ട്. ആയിരക്കണക്കിന് സൈക്കിളുകളിലൂടെ കുറഞ്ഞ ശേഷിനഷ്ടത്തോടെ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. പ്രയോഗസാധ്യതകളും വെല്ലുവിളികളും. ഏകദേശം രാത്രി 1:55 മുതൽ ഈ ബാറ്ററിക്ക് വേഗത്തിലുള്ള ചാർജിംഗ് കഴിവും ഉയർന്ന പവർ ഔട്ട്പുട്ടുമുള്ളതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളിലും, പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോകൾ, വാണിജ്യവാഹനങ്ങൾ, അതുപോലെ ഗ്രിഡ് തല ഊർജ്ജ സംഭരണത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. എങ്കിലും ലാബ് തലത്തിലുള്ള പ്രോട്ടോടൈപ്പുകളെ വ്യാവസായിക തലത്തിൽ വലിയ ഫോർമാറ്റിലുള്ള സെല്ലുകളാക്കി മാറ്റുന്നത് സ്കെയിലിംഗ് അപ്പ് പ്രധാന വെല്ലുവിളിയാണ്. സാങ്കേതികവിദ്യ വാണിജ്യവൽക്കരിക്കുന്നതിന് 2 മുതൽ 3 വർഷം വരെ സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് വിതരണ ശൃംഖലയുടെ വികസനവും വൻതോതിലുള്ള നിക്ഷേപവും ആവശ്യമാണ്. ഉപസംഹാരം. ചെലവ് കുറഞ്ഞതും സുസ്ഥിരമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ലി അയൺ ബാറ്ററികളോട് കിടപിടിക്കുന്നതോ അതിലും മികച്ചതോ ആയ പ്രകടനം നൽകുന്നതുമായ ഒരു നിർണായക സാങ്കേതിക മുന്നേറ്റമാണ് റൈസ് വികസിപ്പിച്ചെടുത്ത ഈ സോഡിയം അയൺ ബാറ്ററി. ഇത് ഇന്ത്യയുടെയും ആഗോളതലത്തിലെയും ഊർജ്ജ സംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.